ഈ അടുത്ത സമയത്ത് ഒരു 42 വയസ്സുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്ന് ഞങ്ങളുടെ ICUയിൽ അഡ്മിറ്റഡായി. 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, 4ഉം 2ഉം വയസ്സ്. ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഒരു ദിവസം ഏകദേശം 15,000 രൂപയാകും ICUയിലെ ചിലവ്, ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ, നേഴ്സാണ് ഞങ്ങളോട് പറഞ്ഞത്, ഭർത്താവ് തൻ്റെ ഏക വരുമാനത്തിന് ഉള്ള അവസരം ഓട്ടോറിക്ഷ, അത് വിറ്റു എന്നുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഡോക്ടേഴ്സ് പെട്ടെന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ആ ഓട്ടോറിക്ഷ തിരിച്ചു വാങ്ങി. ഈ പേഷ്യൻ്റ് ഒരു 2-3 ആഴ്ചയ്ക്കകം ഇൻഫെക്ഷനൊക്കെ കൺട്രോൾഡായി സുഖമായിട്ട് ഭവനത്തിലേക്ക് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പം അവർ കുടുംബമായിട്ട് ഞങ്ങളെ കാണാൻ വന്നു. ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് അവർക്ക് ജീവിക്കാനൊരു മാർഗമുണ്ട്. ഞങ്ങളുടെ ആശുപത്രിയിൽ വരുന്ന ഓരോ രോഗിക്കും സൗഖ്യത്തോടുകൂടെ ഭവനത്തിലേക്ക് പോവുകയും അതിനുശേഷം സന്തോഷത്തോടുകൂടെ അവർ ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വരുന്ന എല്ലാവരെയും വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുക, അവരുടെ ഭാവി ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ കുടുംബത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും. യു ക്യാൻ ട്രസ്റ്റ് us in this.